ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് എനിക്ക് പറഞ്ഞൂടാ. ആ നമുക്ക് ആ കയറിയിട്ട ഫ്രണ്ട്സിനെയൊക്കെ എടുത്തിട്ട് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുകയുള്ളൂ. ഒരു തക്കതായ പ്ലാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ കുറച്ച് അടുത്തൊക്കെ തന്നെ അവരുമായി നമ്മൾ നേരെ ചായ കുടിക്കാൻ പോകും. നമ്മളാരും ചായ കുടിച്ചിട്ടില്ല. നമ്മളങ്ങനെ ചായക്കടയിൽ എത്തി. അവിടെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ 2 കാറിലായിട്ട് പോകുന്നുണ്ട്. 10-12 പേരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ചായ കുടിച്ച് ഞങ്ങൾ ഇനി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകത്തുള്ളൂ. സമയം കഴിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ണിയപ്പവും ചായയുമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നാട്ടിലത്തെ ഇവിടുത്തെ ഉണ്ണിയപ്പം നല്ല വ്യത്യാസമുണ്ട്. എന്താ ചെയ്യാനാ? പിന്നെ നമ്മൾ ചായക്ക് കുടിച്ചിട്ട് കാറിലേക്ക് കയറി. കാറിൽ നിന്ന് വൊക്കേഷനിലേക്ക് എത്താനായി. അവിടെ നമ്മൾ വൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പെറ്റ് ഷോപ്പാണ്. അപ്പം പെറ്റ് ഷോപ്പിനകത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോഴത്തേക്കും കുറേ മീനുകളും കുറേ പെറ്റ്സൊക്കെ ഉണ്ടാണ്. പല സൈസിൽ പല കളറിലും പല രീതിയിലെ മീനൊക്കെ കൊണ്ട് ഉഷാറുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പെറ്റ് ഷോപ്പ്. ഓരോ നാട്ടിൽ മീനെ കാണിച്ചു തരാം. കുറേ മീനൊക്കെ ഭയങ്കര ജാടയാണ്. ഉണ്ടാക്കേണ്ട ചിലതൊക്കെ നമുക്ക് നല്ല കൂട്ടാം. ചിലതൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പല കളറിൽ പല രീതിക്കുള്ള കുറേ മീനുകളൊക്കെ എല്ലാം സെയിൽ ചെയ്യുന്നതാണ്. എത്രയോ റിയാലൊക്കെയാണ്. നമ്മളത് നോക്കാൻ പോകില്ല. നമ്മളെ കണ്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ മീനുകളും കുറച്ച് മീനുകളൊക്കെ നമുക്കറിയാം, കുറച്ച് അറിയത്തില്ല, കുറച്ച് അറിയാനുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ ജാടയൊന്നുമില്ലാത്ത നല്ല മീനുകളാണ് ഗൈസ്. അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം നോക്കിക്കേ. ഇവർ ഫാമിലിയായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവർ ക്യാമറ കാണുമ്പോഴത്തേക്ക് അവർ നല്ല കുട്ടികളായിട്ടൊക്കെ നിൽക്കും. പക്ഷെ ക്യാമറയ്ക്ക് പിന്നിലും രഹസ്യങ്ങളൊക്കെ. ഇനി നമുക്ക് വലിയ മീനുകളൊക്കെ കാണാം, പല കളറിൽ. ഇതിനെ കാണാനൊക്കെ എന്ത് രസമെന്നറിയോ? നേരിട്ട് കാണണം. നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾ വരിക കാണാൻ പോവുക, അത്രയല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ വേറെ ഒരു മീനുണ്ട്, ഒരു വലിയ മീൻ. അതിനെ കാണാം, നല്ല രസമാക്കാണ്. അങ്ങനെ പല കളറിലെ പല രീതിക്കുള്ള മീനുകളൊക്കെ നമ്മൾ കണ്ട് കഴിയാനായി എത്ര കണ്ടാലും കണ്ടു തീരത്തില്ല. അത്രയ്ക്കുണ്ട്, ശരിക്കുണ്ട്. ഇവരൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ്. നല്ല കുട്ടികളാണ്. ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടിയും നല്ലൊരു മീനെ എനിക്ക് എനിക്കൊന്ന് പോസ്റ്റൊക്കെ ചെയ്ത് തന്നു. അടിപൊളി മീനായിരുന്നു. എവിടെ ഇത് തന്നെ. ഇവനെ ഞാൻ തക്കുളൂന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേരൊന്നും എനിക്കറിയാമേല. ഇതൊക്കെയുള്ളൂ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കാണിച്ച് അങ്ങനെ ഇതൊക്കെ കണ്ട് കേട്ട് കുറേ അധികം പല സൈസിലുള്ള കുറേ മീനുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ മുത്തക്കുത്തി. അത് ചിരിയാണോ മസാല ആരും കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ പാമ്പുകുത്ത്. നമ്മുടെ വിഷ്ണു ചേട്ടന് പാമ്പിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നും. പാമ്പിനെടുത്ത് തലോടുന്നു. ഇത് വലിയ പാമ്പും കുത്തൻ. ഞാൻ പാമ്പിനെയൊക്കെ തൊട്ട് കഴിച്ചു. അതിനെ ഞാൻ തൊട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കെട്ടിയവൻ അതിനെ കൈമാറി അതിനെ തലോടുകയാണ് ഗൈസ്. പേടിയൊന്നുമില്ല, ചെറിയ ഭയം. പിന്നെയും വിഷ്ണുചേട്ടൻ ഇതിനെ തന്നെ വാങ്ങാൻ നിൽക്കുക ഗൈസ്. വിഷ്ണുചേട്ടന് പാമ്പുകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചെയ്യാനാ? പാമ്പാണ് ഇതിനെന്താ പറയുക, പഴുത്ത്. ഇത് പല കളറിലുണ്ട് ഗൈസ്. ഇത് മാത്രമൊന്നുമല്ല, വലുതായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, വലിയ പൈത്തനായിരുന്നു. ഈ പൈത്തന് എന്നെ ഭയങ്കര
ഇഷ്ടപ്പെട്ടു. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ നമ്മൾ നോക്കുക. ഞങ്ങളുടെ ഷെഫീക്കൊക്കെ പാമ്പിനെ ഇഷ്ടമല്ല, പാമ്പിനെ പേടിയൊക്കെ ഇഷ്ടം. ആ മുട്ട അടിച്ചാണ് നമ്മൾ ഷെഫീക്കൊക്കെ. ഞങ്ങൾ കുറേ പൂച്ചക്കുട്ടികളുണ്ട്. പൂച്ചക്കുട്ടികളല്ല, പൂച്ചകൾ. കുട്ടികളുണ്ട്, തള്ളകളും ഉണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്, എല്ലാ സൈസിലുണ്ട്. അപ്പോൾ പൂച്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത് തന്നെ മുയലുകളുണ്ട്. ശരിക്കും മുയൽ പല രീതിയിലും പല കളറിലെ മുയലൊക്കെ ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ കണ്ടു ഗൈസ്. കുട്ടിയെ നമ്മുടെ മുട്ടക്കുത്തെ ഈ കുട്ടികളെ ഇതെല്ലാം കണ്ടു നിൽക്കാണ് ഗൈസ്. ആ മൂലയ്ക്ക് ഉണ്ട് ഗൈസ്. അതൊക്കെ പേടിച്ചിട്ടിരിക്കാൻ തോന്നി. എന്നെ കണ്ടപ്പോൾ തന്നെ ഒതുങ്ങി. പിന്നെന്താ, നമ്മൾ ശില്പ ചേച്ചി കിളി പഞ്ചവർണ്ണ തത്ത അങ്ങനെ എന്താണ്ട് പറയുന്നതിന് കേൻ്റെ പേരൊന്നും അറിയാം ബേസ്. പഞ്ചവർണ്ണ തത്ത. അതാണെങ്കിൽ ശില്പ ചേച്ചിയിൽ എന്തോ തിന്നാൻ നോക്കിക്കൊണ്ട് നിൽക്കുക ബേസ്. ഒന്നുമില്ലാത്ത ഒന്ന് ഭയങ്കര തപ്പലാണ്. ഇനി ഞാനേ എടുത്തു ബേസ്. പക്ഷേ എൻ്റെ വീട് ഞാൻ ഇവിടെ എടുത്തില്ല. എൻ്റെ വീട് ഇട്ടാൽ ശരിയല്ല. ഇതാണ് വലിയ മുയലുകളെ കണ്ടു. അതിൽ അതൊക്കെ കുറേയൊക്കെ പോസ്റ്റ് ചെയ്തൊന്ന് കുറേയൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നില്ല. ഇതൊക്കെ കിളികളാണ്. കുറേ പല സൈസ് നമ്മുടെ നാട്ടിൽ വെറുതെ വിട്ടേക്കുന്ന കിളികളുമുണ്ട്. എന്തോ ഒരു മങ്കി എന്ന് പറഞ്ഞു. ആ മങ്കിയുടെ പേര് എനിക്ക് കറച്ചറിയാൻ വയ്യ. കുറേ നേരം ഞാനും മങ്കിയായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും സുഖം തന്നെ, എനിക്കും സുഖം തന്നെ. എന്താണ് നമ്മുടെ തത്തക്കുത്തൻ. ഇതൊക്കെ സ്പൈക്ക് തത്തക്കുത്തൻ. ഇവനാണ് നല്ല കൂട്ടേൻ്റെ അടുത്ത്. ഇവൻ കുറച്ചു നേരം മിണ്ടി പിന്നെ ക്യാമറ കണ്ടുകൊണ്ട് ഓടിപ്പോയി. അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ പേടിച്ചോളുക. ആർക്കും മൈൻഡൊന്നുമില്ല. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളാണ് ഇനി എന്തെങ്കിലും കിളിയാണെന്നറിയാൻ വയ്യ. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇതിനെനിക്ക് പേടിയെന്നാലും ഞാൻ ചെറുതാ കുഞ്ഞന. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷെഫീക്കാക്കായും പഞ്ചവർണ്ണ തത്ത എടുത്തു. കാക്കാക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം. അവർ രണ്ടും സ്നേഹത്തിലാണ് കണ്ടും. ഇതാണ് തോച്ചുവിൻ്റെ അമ്മ, ഇത് ഷെഫീക്കാക്ക, ഇത് തോച്ചുവിൻ്റെ അച്ഛൻ. ഭയങ്കര പാവം എന്ന് ഞാൻ പറയുന്നു. ഇതാണ് മുട്ടക്കുത്തൻ്റെ ഉമ്മ. ഇത് നമ്മൾ സ്വന്തം ഷെഫീക്കാക്ക. അങ്ങനെ എല്ലാവരും കണ്ടല്ലോ. ഇനിയുണ്ട് ആൾക്കാർ. ഇത് ശില്പ ചേച്ചി, ഇനി വിഷ്ണുചേട്ടൻ. എൻ്റെ വിഷ്ണുചേട്ടനാണ് ആ പാമ്പിനെ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് പിന്നെയും തിരിച്ചു. അവിടെ നിന്ന് പിന്നെ ഇനി പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനാണ്. സോറി ഗൈസ്, ഫുഡ് കഴിക്കാനല്ല, പാർക്കിലേക്കാണ്. കോർണേഷ്യ. നമ്മൾ പിന്നെ അവിടെ കോർണേഷ്യയിൽ പോയി കുറച്ചേരം സ്പെൻഡ് ചെയ്ത്. കോർണേഷ്യയിൽ ഒരുപാട് വീഡിയോസൊന്നുമില്ല. എന്ന് വെച്ചാൽ പല ആൾക്കാരുണ്ട്. ചിലപ്പം നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെയൊക്കെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ പറ്റിയില്ല, നമുക്ക് തന്നെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ കോർണേഷ്യയിലുള്ളൂ. അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ച് കുറേ ഫോട്ടോസ് എടുത്ത്. അവിടെ തന്നെ ഒരു ചേട്ടൻ മീനൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ചേട്ടൻ ഇതായിട്ട് ഞങ്ങൾ വരുന്നത് വരെ ഒരു മീനും കിട്ടിയിട്ടില്ല. പാവം കഷ്ടമായിപ്പോയി. അങ്ങനെ പിന്നെ അങ്ങോട്ടൊക്കെ നടന്ന് ഞങ്ങളൊരു സ്ഥലത്തെത്തി. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ആൾക്കാരെ കണ്ട് കുട്ടികളൊക്കെ കളിപ്പിച്ച്. എന്നാൽ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ പീസ്ഫുള്ളായിട്ട് അവിടെയൊക്കെ അങ്ങനെ കറങ്ങിയടിച്ച് നിന്ന് ഞങ്ങൾ പിന്നെയും കാറിലേക്ക് കയറി. അവിടെ നിന്ന് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോയത്. റൈസ് ഫുഡ് കഴിക്കാൻ. അവിടെ നിന്ന് ഫുഡ് കുറച്ച് ലൊക്കേഷനാണ് എനിക്കറിയാൻ മേല. ഞങ്ങളിങ്ങനെ ഹോട്ടലിലൊക്കെ എത്തി. എന്തൊക്കെയോ ഓർഡർ. ഇനി നമ്മൾ ഒരു കാറും കൂടെ വരാനുണ്ട്. നമ്മൾ കുറച്ചും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുന്നുള്ളതെന്നൊക്കെ വിചാരിച്ച് എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഫുഡ് വരാനായി. എല്ലാവരും വന്ന് ഫുഡ് വരാനായി. അവിടെ എല്ലാവരും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ രൂപവും കോലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ ഒരു അറ്റാക്കായിരുന്നു വെച്ച് അവിടെ നിന്ന് ഞാനും കഴിച്ചിട്ടൊക്കെ വരാം. കഴിക്കുമ്പോൾ അമ്മ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഞാൻ പോയി കഴിച്ചിട്ട് ഞാൻ നല്ല കുട്ടിയായില്ല. എന്താ ചെയ്യാനാ.
അങ്ങനെ പിന്നെ നമ്മൾ കാറിലേക്ക് കയറി കഴിഞ്ഞു. നമ്മളിനി പിന്നെ റൂമിലേക്ക് പോവാം. ഇനി വലിയ വിശേഷമൊന്നുമില്ല. അവരെയും ഡ്രോപ്പ് ചെയ്തു നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. നമ്മൾ റൂമിൽ ഇനി പോയി കിടക്കുക, ഉറങ്ങുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി വേറെ വിശേഷങ്ങളല്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. സി യു.